ഭിന്നശേഷി മേഖലയിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച മികച്ച ബ്ലോക്ക് പഞ്ചായത്തിനുള്ള പുരസ്കാരം മതിലകം ബ്ലോക്ക് പഞ്ചായത്തിന്. തൃശൂർ VKN ഇൻഡോർ സ്റ്റേഡിയത്തിൽ നടന്ന ചടങ്ങിൽ ഉന്നത വിദ്യാഭ്യാസ സാമൂഹ്യനീതി വകുപ്പ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദുവിൽ നിന്നും മതിലകം ബ്ലോക്ക് പഞ്ചായത്ത് പ്രതിനിധികൾ പുരസ്കാരം ഏറ്റുവാങ്ങി. സമൂഹത്തിൽ ഏറ്റവും കരുതലും കൈത്താങ്ങും ആവശ്യമുള്ളതും പരിചരണം ആവശ്യമുണ്ടെങ്കിലും അവഗണന അനുഭവിക്കുന്ന വിഭാഗമാണ് ഭിന്നശേഷിക്കാരായ കുട്ടികൾ. മാനസിക ശാരീരിക വെല്ലുവിളികൾ നേരിടുന്ന പലവിധ കാരണങ്ങളാൽ സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് എത്താൻ കഴിയാത്ത കുഞ്ഞുങ്ങളെ സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്കും മുൻനിരയിലേക്കും എത്തിക്കുന്നതിനു വേണ്ടി കേരള സർക്കാർ കുടുംബശ്രീയുടെ സഹകരണത്തോടെ ആരംഭിച്ച സംവിധാനമാണ് ബഡ്സ് റീഹാബിലിറ്റേഷൻ സെന്റർ. ഭിന്നശേഷിക്കാരായ കുട്ടികൾക്കും SCERT പ്രത്യേക പാഠ്യപദ്ധതി പ്രകാരമുള്ള പരിശീലനവും പാഠ്യേതര പരിശീലനം നൽകുന്നതിനും ദൈനംദിന ആവശ്യങ്ങൾ പരസഹായമില്ലാതെ നിർവഹിക്കുന്നതിനും വേണ്ടിയുള്ള രീതിയിലാണ് ബഡ്സ് സ്കൂൾ സംവിധാനത്തിലൂടെ രൂപകൽപ്പന ചെയ്യപ്പെട്ടിട്ടുള്ളത്. മികവിൻ്റെ നിറവിലാണ് മതിലകം ബ്ലോക്ക് പഞ്ചായത്ത്. സാമൂഹ്യമായ ഏറ്റവും പരിചരണവും കരുതലും ആവശ്യമുള്ള ഏകദേശം മതിലകം ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ കീഴിലുള്ള 7 ഗ്രാമപഞ്ചായത്തിൽ ഉൾപ്പെട്ട 800 ചില്ലാൻ കുട്ടികൾ നമ്മളൊരു കണക്കെടുത്തപ്പോൾ ഉണ്ട്. ആ കുട്ടികളെ മുഴുവൻ നമുക്ക് പരിഗണിക്കാൻ കഴിയില്ല. പക്ഷേ നമ്മുടെ ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ കീഴിൽ തുടങ്ങിയ ബഡ്സ് റീഹാബിലിറ്റേഷൻ സെൻറ്ററിൽ ഒരു 50 സെൻറ്റോളം സ്ഥലവും വിശാലമായ കോമ്പൗണ്ട് അടക്കമുള്ള 2 കെട്ടിടമുണ്ട്. 15 കുട്ടികളെയാണ് നമ്മൾ ആദ്യ ബാച്ച് എന്ന രീതിയിൽ പരിഗണിച്ചിട്ടുള്ളത്. കുട്ടികളെ ഇപ്പോൾ 2022 ജൂൺ 4 ബഹുമാനപ്പെട്ട ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് സാമൂഹ്യനീതി വകുപ്പ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു ആണ് ഉദ്ഘാടനം ചെയ്തത്. 2 വർഷം തികയുന്ന ആ സമയത്ത് കുട്ടികളുടെ അമ്മമാർക്ക് പ്രത്യേക പരിശീലനം കുടുംബശ്രീയുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രത്യേക പരിശീലനം കൊടുക്കുകയും 4 തയ്യൽ മെഷീൻ അടക്കമുള്ള യൂണിറ്റ് തുടക്കം കുറിച്ച് അവർ ചെറിയ വരുമാനവും അതിൽ നേടിയെടുക്കുന്നുണ്ട്. ഒപ്പം തങ്ങളുടെ കുട്ടികളെ തൊട്ടടുത്തുള്ള കെട്ടിടത്തിൽ അവരെ പരിചരണവും കിട്ടുന്നുണ്ട്. മതിലകം ബ്ലോക്ക് പഞ്ചായത്തിന്റെ പരിധിയിലുള്ള ഗ്രാമപഞ്ചായത്തുകളിലെ ഭിന്നശേഷിക്കാരായ കുട്ടികളുടെ പരിചരണവും പരിശീലനവും ലക്ഷ്യമാക്കി 2022-23 വാർഷിക പദ്ധതി കാലയളവിൽ 2022 ജൂൺ 4 മതിലകം ബഡ്സ് റീഹാബിലിറ്റേഷൻ സെന്ററിന് ഔപചാരികമായി തുടക്കം കുറിച്ചു. സാമൂഹ്യനീതി ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദുവാണ് ഔപചാരികമായി ഉദ്ഘാടനം നിർവഹിച്ചത്. സുരക്ഷിതമായ കെട്ടിടവും വിശാലമായ അങ്കണവും സമാധാനപൂർണമായ പഠനാന്തരീക്ഷവും മതിലകം ബഡ്സ് റീഹാബിലിറ്റേഷൻ സെന്ററിലുണ്ട്. പരിശീലനം സിദ്ധിച്ച അധ്യാപകനും ആയയും കുട്ടികൾക്ക് കരുതലും കൈത്താങ്ങുമായി കൂടെയുണ്ട്. മതിലകം ബ്ലോക്ക് പഞ്ചായത്ത് പരിധിയിലുള്ള 7 ഗ്രാമപഞ്ചായത്തുകളിൽ മാനസിക വെല്ലുവിളി നേരിടുന്ന 444 പേരും 18 വയസ്സിന് മുകളിലുള്ളവർ 346 പേരുമാണ്. മതിലകം ബ്ലോക്ക് പഞ്ചായത്ത് പരിധിയിൽ ബഡ്സ് റീഹാബിലിറ്റേഷൻ സെന്റർ പ്രാരംഭഘട്ടത്തിൽ 15 കുട്ടികളാണ് ഉണ്ടായിരുന്നത്. കുട്ടികളുടെ ശാരീരിക മാനസിക വളർച്ചയ്ക്കും പുരോഗതിക്കും വേണ്ടി എല്ലാ ദിവസവും എക്സസൈസും കുട്ടികളുടെ ദൈനംദിന കാര്യങ്ങളിലുള്ള പരിശീലനവും നൽകുന്നുണ്ട്. നിപ്മറുമായി സഹകരിച്ച് എല്ലാ മാസവും ക്യാമ്പുകൾ നടത്തിവരുന്നു. ബഡ്സ് കലോത്സവങ്ങളിൽ ഇവിടുത്തെ കുട്ടികൾ ജില്ലാ സംസ്ഥാന തലങ്ങളിൽ മികച്ച വിജയങ്ങൾ നേടിയിട്ടുണ്ട്. ഒരു ടീച്ചറും ഒരു ആയയുണ്ട്. ഭക്ഷണവും വരാനും പോകാനുമുള്ള യാത്രാ സൗകര്യം ഉൾപ്പെടെ ബ്ലോക്ക് പഞ്ചായത്ത് വളരെ മെച്ചപ്പെട്ട രീതിയിൽ ആ പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട്. നമുക്ക് ഈ സമയത്ത് ഇതിൽ ഏറ്റവും സന്തോഷകരമാണ് ഇങ്ങനെ നമ്മൾ തുടക്കം കുറിക്കുന്ന സാഹചര്യത്തിൽ കേരള സർക്കാരിൻ്റെ ഒരു സ്വപ്നം എന്ന രീതിയിലാണ് ഇത്തരം പാർശ്വവൽക്കരിക്കപ്പെട്ട ആളുകളെ നമ്മൾ സഹായിക്കാൻ ഏറ്റെടുത്തത്. അങ്ങനെ ഏറ്റെടുത്ത് പ്രവർത്തനത്തിൽ എല്ലാ ഇപ്പോൾ BDO അടക്കമുള്ള ഉദ്യോഗസ്ഥന്മാരുണ്ട്, CDPO ഉണ്ട്, എല്ലാ ഭരണസമിതി അംഗങ്ങൾ എല്ലാവരുടെയും സഹായത്തോടുകൂടി മെച്ചപ്പെട്ട പ്രവർത്തനം നടത്താനുള്ള ശ്രമം മതിലകം ബ്ലോക്ക് പഞ്ചായത്ത് ഭരണസമിതിയുടെ നേതൃത്വത്തിൽ നടത്തുന്നുണ്ട്. അതിനൊരു അംഗീകാരം കേരള സർക്കാർ തന്നതിൽ വളരെ സന്തോഷത്തോടു കൂടിയാണ് ഈ പ്രവർത്തനം തുടർന്നുള്ള പ്രവർത്തനത്തിനൊരു പ്രചോദനം കൂടിയായിട്ടാണ് ലോക ഭിന്നശേഷി ദിനമായ ഡിസംബർ 3 ഞങ്ങൾ ഫസ്റ്റ് സംസ്ഥാന അവാർഡിന് അർഹമായി പരിഗണിച്ചതിലേറെ സന്തോഷത്തോണ്ട് നന്ദി, നമസ്കാരം. ബഡ്സ് റീഹാബിലിറ്റേഷൻ സെന്ററിന്റെ പ്രവർത്തനം വിലയിരുത്തുന്നതിനായി ബ്ലോക്ക് ഭരണസമിതി അംഗങ്ങളും രക്ഷിതാക്കളും അടങ്ങിയ വികസന സമിതി എല്ലാ മാസവും 5-ാം തീയതിയോ അല്ലെങ്കിൽ ഇത് കഴിഞ്ഞു വരുന്ന പ്രവൃത്തി ദിവസമോ സ്കൂളിന്റെ പ്രവർത്തനവും പുരോഗതിയും വിലയിരുത്തുന്നു. നിപ്മറിന്റെ സഹായത്തോടെ കുട്ടികൾക്ക് വേണ്ടി നടത്തുന്ന ക്യാമ്പുകളിൽ ഒക്യുപേഷൻ തെറാപ്പി, ഫിസിയോതെറാപ്പി, സ്പീച്ച് തെറാപ്പി എന്നിവയും സൈക്കോളജിസ്റ്റിന്റെ സേവനവും ലഭ്യമാക്കുന്നുണ്ട്. ബഡ്സ് റീഹാബിലിറ്റേഷൻ സെന്ററിലെ കുട്ടികളുടെ രക്ഷിതാക്കൾക്ക് ഒരു സ്ഥിര വരുമാനം എന്ന നിലയ്ക്ക് കുടുംബശ്രീയുടെ നേതൃത്വത്തിൽ തയ്യൽ പരിശീലനം നൽകുകയും നൂതന തയ്യൽ മെഷീനുകളും അനുബന്ധ ഉപകരണങ്ങളും നൽകിയിട്ടുമുണ്ട്.
ബഡ്സിലെ അമ്മമാർക്ക് പരിശീലനത്തിന് ഒരിടമായി ഒരുക്കുവാനും 2ാം വാർഷിക ദിനത്തിന്റെ ഭാഗമായി നടപ്പിൽ വരുത്തുവാനും കഴിഞ്ഞിട്ടുണ്ട്. ഇത് ബഡ്സ് റീഹാബിലിറ്റേഷൻ സെന്ററിലെ ഭിന്നശേഷിക്കാരായ കുട്ടികളുടെ അമ്മമാർക്ക് സ്ഥിര വരുമാനം ലഭിക്കുന്ന തൊഴിലിനോടൊപ്പം കുട്ടികളുടെ സാമീപ്യവും പരിചരണവും സാധ്യമാവുന്നു. ബഡ്സ് വാരാചരണത്തോടനുബന്ധിച്ച് ഓഗസ്റ്റ് 9 നടന്ന ഫലവൃക്ഷ തൈകളുടെ നടിയിലും പരിചരണവും അത്യുത്സാഹത്തോടെ കുട്ടികൾ പങ്കെടുത്തു. ബഡ്സ് റീഹാബിലിറ്റേഷൻ സെന്ററിലെ കുഞ്ഞുങ്ങളുടെ മാനസികോല്ലാസത്തിനായി വിനോദയാത്രകളും സംഘടിപ്പിച്ചു. കുടുംബശ്രീയുടെ അഗ്രി തെറാപ്പിയുടെ ഭാഗമായി ലഭ്യമായ 40 മൺചട്ടികളും പച്ചക്കറി തൈകളും കുട്ടികളുടെ ശ്രദ്ധാപൂർണമായ പരിചരണത്തിൽ വളർത്തുന്ന പച്ചക്കറി കുട്ടികളുടെ ഭക്ഷണത്തിൽ ആഴ്ചയിൽ 3 ദിവസങ്ങളിൽ കറിക്കായി ഉപയോഗിക്കുന്നു. ഇലക്കറികൾ കുട്ടികൾ തന്നെയാണ് കറിക്കായി പാകപ്പെടുത്തുന്നത്. ചുരുങ്ങിയ സമയത്തിനുള്ളിൽ മതിലകം ബ്ലോക്ക് പഞ്ചായത്തിന് ഭിന്നശേഷി സൗഹൃദമായ ഒട്ടേറെ പ്രവർത്തികൾ ചെയ്യാൻ കഴിഞ്ഞുവെന്ന ചാരിതാർത്ഥ്യത്തിലേക്ക് ഒരു അംഗീകാരം എന്ന നിലയിലാണ് സംസ്ഥാന സർക്കാരിന്റെ 2024 ഭിന്നശേഷിക്കാർക്കായുള്ള മികച്ച പ്രവർത്തനങ്ങൾക്കുള്ള സംസ്ഥാനതല പുരസ്കാരത്തിന് മതിലകം ബ്ലോക്ക് പഞ്ചായത്ത് അർഹമാകുന്നത്. ഈ പുരസ്കാരലബ്ധി ഭിന്നശേഷി സൗഹൃദമായ പ്രവർത്തനങ്ങൾക്ക് ബ്ലോക്ക് പഞ്ചായത്ത് ഭരണസമിതിക്ക് കൂടുതൽ ഊർജം പകരുന്നതാണെന്ന് മതിലകം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് CK ഗിരിജ പറഞ്ഞു. നിങ്ങളുടെ അധ്വാനത്തിന് സത്യമുണ്ട്. ഞങ്ങളുടെ സ്വർണത്തിനും. ഇഷാര ഗോൾഡൻ ഡയമണ്ട്സ്, കൊടുങ്ങല്ലൂർ റോഡ്, തൃപ്രയാർ. സ്വർണത്തിന്റെ സത്യം.